സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും നല്ല സങ്കീർത്തനമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇനിയുള്ള സമയം നമുക്ക് ദൈവസന്നിധിയിലെ സമർപ്പണത്തോടെ ഇരിക്കാം. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും നമ്മുടെ വിശ്വാസം എന്താണെന്ന് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയെ പറഞ്ഞു. എന്താ വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെയും കാണാത്ത കാര്യത്തിൻ്റെയും ഉറപ്പാകുന്നു. എബ്രായർ 11 കേട്ടോ. വിശ്വാസം എന്താണ്? ഉറപ്പ്. അതെന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ആമേൻ. അങ്ങനെ തന്നെ വിശ്വാസം ഉറപ്പിന്റെ മുകളിൽ. അതുകൊണ്ട് നമ്മൾ എവിടെ വിശ്വാസം? ദൈവത്തിൽ അർപ്പിക്കുക. അതേ ഉറപ്പുള്ളതുള്ളൂ. വേറെ ഒന്നും ഈ ഭൂമിയിൽ എന്തില്ല? ഉറപ്പില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിഷയത്തിലോ മറ്റെന്തെങ്കിലും വസ്തുവിലോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ആരിൽ വിശ്വസിക്കണം? നിങ്ങളുടെ വിശ്വാസം എവിടെയാ വെക്കേണ്ടത്? ഉറപ്പ്. നിങ്ങൾ ഈ ഭിത്തിയിൽ എവിടെയാണ് അടിക്കുന്നത്? ഉറപ്പുള്ളടത്ത്. എന്തിനാ? എന്നാൽ അത് വെയിറ്റ് തൂക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം. അതുപോലെ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിന്റെ മുകളിൽ വെക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിലും. ഇത് രണ്ടും ഉറപ്പാണ്. ബാക്കിയൊന്നും ഉറപ്പല്ല. സ്തോത്രം. രോഗശാന്തി കിട്ടിയെങ്കിൽ കിട്ടി, രോഗസൗഖ്യം തരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ വിശ്വാസം? സ്തോത്രം. വിശ്വാസം ഒരത്ഭുതത്തിന്റെ മുകളിലോ മറ്റെന്തിലും വെക്കേണ്ടതല്ല. അതെവിടെ വെക്കണം? ദൈവത്തിൽ. അപ്പൊ ഇനി പല ഭാഷമാരും പറയും, നിങ്ങൾ അത് വിശ്വസിച്ചോ, ഇത് വിശ്വസിച്ചോ, അങ്ങനെ വിശ്വസിച്ചോ, ആ പറയുന്ന പോലെ വിശ്വസിച്ചു. ടി വി ഒക്കെ തുറക്കുക, നിങ്ങൾ വിശ്വസിച്ച് 2 നില കിട്ടും. അത് 2 നിലയുടെ മുകളിൽ കൊണ്ടല്ല വിശ്വാസം വെക്കേണ്ടത്. വിശ്വാസം എവിടെയാ വെക്കേണ്ടത്? ദൈവത്തിൽ. രണ്ട് നില പൊട്ടിപ്പോയി, ഇടിഞ്ഞു പോകും. കുമ്പികളൊക്കെ ഉണ്ടായാലും അത് പോയി. വിശ്വാസം അതിന് മുകളിൽ വെച്ചോണ്ടിരിക്കുക. 2 നിലയുടെ മുകളിൽ, എന്റെ കാറിന്റെ മുകളിൽ വെച്ചോണ്ടിരിക്കുക. സ്തോത്രം. പൗലോസ് പറഞ്ഞത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെയും കാണാത്ത കാര്യത്തിൻ്റെയും നിശ്ചയം. ഉറപ്പ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഉറപ്പുള്ളിടത്ത് വെക്കുക. ആ ഉറപ്പ് ദൈവത്തിനേ ഉള്ളൂ. അതുകൊണ്ട് അബ്രാഹാം എവിടെയാ വിശ്വസിച്ചത്? ദൈവത്തിൽ വിശ്വസിച്ചു. എവിടെയാണ് വാക്യം? ഉൽപ്പത്തി 15 ആകാശത്തോട്ട് നോക്കിയിട്ട് ദൈവം കാണിച്ച് ഇതുപോലെ മക്കളെ തരും. അബ്രാഹാം അതല്ല വിശ്വസിച്ചത്, ദൈവത്തിലാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പലരും പറയും, നിങ്ങൾ അത് സ്വപ്നം കണ്ടോണ്ട് അത് വരച്ചു വെക്കുക, അത് കുറിച്ചു വെക്കുക, നിങ്ങൾ അത് രഹസ്യമായി വിശ്വസിച്ചു. വിശ്വാസം അവിടെ ഒന്നും കൊണ്ട് വെക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലെ വലിയൊരു കൂട്ടം ആളുകള് കർത്താവിന്റെ അടുക്കൽ വന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് അവരെ വിശ്വസിച്ചില്ല. കർത്താവ് അവരെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ കൈയടിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവ് വിശ്വസിക്കുന്നൊന്നുമില്ല. സ്തോത്രം. എല്ലാരും അവിടെ ആ വാക്യം കണ്ടോ നിങ്ങളെ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ. പ്രൈസ് ദി ലോർഡ്. അല്ലെ പിന്നെ ഞാൻ എടുക്കണം. ഹല്ലേലൂയ. എടുക്കാതെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കി. 8 9 ഒക്കെയാന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. യേശു പെസഹ പെരുന്നാളിൽ അനേകരവനിൽ വിശ്വസിച്ചു. പക്ഷേ യേശു അവരെ എന്ത് ചെയ്തില്ല? യേശു വിശ്വസിച്ച് തന്നെ അവരിൽ ഏൽപ്പിച്ചില്ല എന്നാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം കണ്ടോ? യേശു എല്ലാരെയും അറിയുകൊണ്ട് ഈ വന്നവരെല്ലാം വിശ്വസിച്ച് തന്നെ അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? എല്ലാരെയും അറിയാം. എല്ലാരെയും മനസ്സിലായോ? പിടി കിട്ടിയില്ലല്ലേ എന്ന് പറയാൻ, നിന്റെ വിശ്വാസം പുള്ളിക്കറിയാ. നീ എന്തിനെയാ വിശ്വസിക്കുന്നെന്ന്. നിന്റെ കാര്യം സാധിക്കാനാണോ ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? വീട് പണിയാനാണോ? ജോലി കിട്ടാൻ വേണ്ടിയാണോ?
ബിസിനസ് നന്നാകാൻ വേണ്ടിയാണോ? എന്തിനാണ് നീ വിശ്വസിക്കണം എന്നുള്ളത് നിന്നെ കാണുമ്പോഴേ പുള്ളിക്കറിയാം. സ്തോത്രം പറഞ്ഞേ. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? പുള്ളി എല്ലാരെയും വിശ്വസിച്ചില്ല, കാരണം അവരെ പുള്ളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ വിശ്വാസം കർത്താവ് പരിശോധിക്കാതെ അത് അംഗീകരിക്കത്തില്ല. സ്തോത്രം. ഇവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ കർത്താവിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇവരുടെ വിശ്വാസം കാര്യം സാധിക്കാൻ വേണ്ടിയാ. ഇവരെല്ലാവരും ദൈവത്തെ യഥാർത്ഥമായി ദൈവഭക്തിയോ ദൈവഭയമോ ദൈവത്തെ ആരാധിക്കാനോ ദൈവിക പ്രമാണങ്ങൾ ഏറ്റെടുക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഒന്നുമല്ല. കാര്യങ്ങൾ നടക്കണം. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചോളാം. ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വരുന്നവരെ കൃത്യമായിട്ട് ആരാധനയ്ക്ക് വരത്തില്ല. കൃത്യമായിട്ട് വരത്തില്ല. ഒരു 2 ആഴ്ച വന്നാൽ 3-ാമത്തെ ആഴ്ച അവർ കാണുകയില്ല. എന്താ കാര്യം എന്നറിയോ? അവരെ കാര്യങ്ങൾ സാധിക്കാനാ. എന്തേലും പ്രശ്നങ്ങൾ കൂടുമ്പോഴാണ് അവർ ഈ വരുന്നത്. പ്രശ്നം കുറയുമ്പോൾ അവരെ പ്രൈസലോ. അപ്പൊ അതുകൊണ്ട് ഈ കയ്യടി ഒന്നും കണ്ട് നമ്മൾ ആരെ എന്ത് ചെയ്യണ്ട, വിലയിരുത്തണ്ട. യേശു അവരിൽ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട്? അവരെ യേശുവിനറിയാം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ വിശ്വാസം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണോ, അതോ യഥാർത്ഥ ദൈവഭക്തിയാണോ, യഥാർത്ഥ ദൈവഭയമാണോ, ദൈവവചനം നമ്മൾ അനുസരിക്കുമോ? ഇത് കർത്താവിന് അറിഞ്ഞിട്ട് നമ്മുടെ വിശ്വാസം പുള്ളി ഏറ്റെടുക്കത്തിൽ. കണ്ടോ, പെസഹാ പെരുന്നാളിന് അനേകർ അവനിൽ വിശ്വസിച്ച് കടന്നു വന്നു. പക്ഷെ ഈ വന്നവരെ ആരും പുള്ളി വിശ്വസിച്ചില്ല. സ്തോത്രം പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം കർത്താവ് നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ വിശ്വാസത്തെ കർത്താവ് അംഗീകരിക്കത്തുള്ളൂ. സ്തോത്രം. ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലേ, ആരാധിച്ചാൽ നമുക്ക് വിടുതൽ കിട്ടും. പിന്നെ വേറൊരു പാട്ട് ഇറങ്ങിയിട്ടില്ലേ, ഇതാ അന്ത്യനാളിൽ അഭിഷേകം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടില്ലേ? ആ പാട്ടിന്റെ വരികളൊക്കെ തെറ്റാണ്. അന്ത്യനാളിൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എവിടെ അഭിഷേകം ഇറങ്ങാനിരിക്കുന്നത്? 120 പേര് അവിടെ കൂടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ മേൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഇറങ്ങി. കേട്ടോ. അപ്പം എന്തേലുമൊക്കെ പറയുക, എന്തേലുമൊക്കെ കാണിക്കുക. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഏതാ? പത്രോസ് ആരാധിച്ചിട്ടാണോ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചേ? പത്രോസ് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പത്രോസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചുമില്ല, പ്രാർത്ഥിച്ചുമില്ല, പുള്ളി കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ പത്രോസിനെ 1-ാം കാവല് കടത്തി, 2-ാം കാവല് കടത്തി, 3-ാം കാവലും കടത്തി, 4-ാം കാവലും എന്ന് പറഞ്ഞാൽ ജയിലിന്റെ 4 പൂട്ടും പൊട്ടിച്ച്, ജയിലിനകത്തുണ്ടായിരുന്ന പൂട്ടും പൊട്ടിച്ച്, മെയിൻ ഗേറ്റും തുറന്ന് റോഡിൽ കൊണ്ട് ഇറക്കി വിട്ടേച്ച് ദൂതം പോയി. സ്തോത്രം പറയും. പത്രോസ് പ്രാർത്ഥിച്ചുമില്ല, ആരാധിച്ചുമില്ല, ഒന്നുമില്ല. അപ്പുറത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ സഭ പ്രാർത്ഥിച്ചെങ്കിലും ആ സഭയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് പത്രോസ് വാതിൽക്കൽ ചെന്ന് മുട്ടിയപ്പോൾ അവര് വിശ്വസിച്ചില്ല. അവര് പറയാ പത്രോസിന്റെ പ്രേതമാണ് ഈ കൂട്ടിനെ അവിടെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പത്രോസ് വിടുതൽ പ്രാപിച്ച് വാതിൽക്കൽ ചെന്ന് മുട്ടിയപ്പോൾ ഇത് പത്രോസിന്റെ പ്രേതമാണ്. പിന്നെന്താ പ്രാർത്ഥന ഇവര് പ്രാർത്ഥിച്ചത്? അത്ര. അപ്പൊ ആ സഭയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അത് ചിലർ പ്രാർത്ഥിക്കും, വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പത്രോസ് വിടുതൽ പ്രാപിച്ചത് ആരാധിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചിട്ടുമല്ല. പിന്നെന്താ പത്രോസ് വിടുതൽ പ്രാപിച്ചത്? സ്തോത്രം. പത്രോസ് വിടുതൽ പ്രാപിച്ചത് എന്താണെന്ന് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പത്രോസിനോട് യേശു പറയുകയാണ്, നിന്റെ അര കെട്ടി നീ വൃദ്ധനാകുമ്പോൾ നിന്നെ ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് നിന്നെ പിടിച്ച് നടത്തും. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇത് പത്രോസിന്റെ മരണത്തെ കുറിച്ച് അത്രേ പറഞ്ഞു. പത്രോസിന്റെ മരണത്തെ മഹത്വപ്പെടുത്തുന്നു. പത്രോസ് മരിക്കുന്ന കാര്യം എന്ന് പറയുന്ന അർത്ഥം എന്താ? പത്രോസിന് ഇഷ്ടമില്ലാത്ത മരണം, തല കീഴായ പത്രോസ് മരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അതാ പറഞ്ഞ നിനക്ക് ഇഷ്ടമില്ലാത്ത നിലയിൽ നിന്റെ അര കെട്ടി നിന്നെ നടത്തും. ആമേൻ. സ്തോത്രം. ആമേ. അപ്പൊ പത്രോസിന്റെ മരണവും പത്രോസിന്റെ മരണത്തിന്റെ ഡേറ്റും പറഞ്ഞു. എപ്പോഴാ പറഞ്ഞു? വാർദ്ധക്യത്തിലെ മരിക്കത്തുള്ളെന്ന് പറഞ്ഞു. നീ വൃദ്ധനായ ആമേൻ. ശേഷം നിന്റെ അര കെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തൂടി നിന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മരണത്തിന് താല്പര്യമില്ല മനുഷ്യർക്ക്. ആമേൻ. പക്ഷെ എങ്കിലും ഹല്ലേലൂയ. പത്രോസിനെ ആ നിലയിലാണ് മരണം. അതുകൊണ്ട് പത്രോസിനെ കുറിച്ചൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, നീ വാർദ്ധക്യത്തിലേ മരിക്കത്തുള്ളൂ. ആ ഹല്ലേലൂയ. വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് അതിനകത്തുനിന്ന് ദൈവം വെളിയിലിറക്കിയത്. ആമേൻ. സ്തോത്രം സ്തോത്രം, പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് അതിനകത്ത് കിടന്ന് മരിക്കാൻ പാടില്ല. കാരണം മരിച്ചു പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിന്റെ മേൽ ഒരു ദൈവിക വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നാം കൊരിന്ത്യ ലേഖനം എങ്ങനെ വായിക്കുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ 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 എന്ന് തന്നെ. അതിനകത്ത് നോ ഇല്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതിനകത്ത് എന്തില്ല? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ദൈവിക വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ അത്ഭുതം ദൈവം ചെയ്തിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് പത്രോസിനെ ദൈവം വെളിയിലെടുത്തത്. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിച്ചില്ല, എന്നിട്ടും ദൈവം വെളിയിലെടുത്തത്. പത്രോസ് ആരാധിച്ചില്ല, എന്നിട്ടും ദൈവം വെളിയിലെടുത്തത് ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു, ആമേൻ ആമേൻ. പല വിടുതലുകളും ആരാധന കൊണ്ട് മാത്രമല്ല. പത്രോസ് ആരാധിച്ചിട്ടാണോ വിടുതൽ പ്രാപിച്ചത്? അല്ല. പിന്നെ നമ്മളോട് പറയാറുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് രാത്രിയിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പാട്ടുപാടി സ്തുതിച്ചു. വളരെ ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ചു, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. സ്തുതിച്ചു. ആ രാത്രിയിൽ കാരാഗ്രഹം ഇളകി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. അതിനകത്തുണ്ടായിരുന്ന സകല ആമേ കുറ്റക്കാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു, എല്ലാ കതകും തുറന്നു. കാരാഗ്രഹത്തിന്റെ വാച്ച്മാനും സൂപ്രണ്ടും ഒക്കെ ആയിരിക്കുന്ന ആള് പേടിച്ചു വിറച്ചു. കാരണം ആമേ കുറ്റവാളികൾ പുറത്തു പോയ നാളെ രാവിലെ അദ്ദേഹത്തിന്റെ തല കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. അങ്ങനെ പൗലോസ് അതിനകത്ത് വിടുതൽ പ്രാപിച്ചു. എന്നിട്ട് ചിലര് പറയുകയാണ്, എന്താ പറയുന്നത്? ആരാധിച്ചു വിടുതൽ കിട്ടി. ശരിയല്ലേ? പൗലോസ് ആരാധിച്ച് വിടുതൽ കിട്ടിയില്ലേ? സ്തോത്രം, കിട്ടി. പക്ഷേ ഈ 16-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? പൗലോസ് എങ്ങനെ കാരാഗ്രഹത്തിൽ പോയെന്ന് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? പൗലോസ് പോകുന്നത്, അതിന്റെ പേര് മക്കോദോനിയ ദർശനം എന്ന. പൗലോസിന് ഒരു ദർശനം ദൈവം കൊടുത്തു. പൗലോസ് അതിന്റെ 5, 6, 7 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ പൗലോസ് കിഴക്കോട്ട് പോകാൻ തീരുമാനിച്ചു. ആമേൻ. ആസിയ കടന്ന് മ്യൂസിയൊക്കെ കടന്ന് കിഴക്കോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കയറി തടഞ്ഞു, ആമേൻ. വിലക്കിയിട്ട് പറഞ്ഞു, നീ കിഴക്കോട്ട് പോകണ്ട, നേരെ പടിഞ്ഞാട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് രാത്രി ഒരു ദർശനവും കൊടുത്തു. ആ ദർശനം എന്താന്ന് ചോദിച്ചാൽ, ഒരാള് പൗലോസിന് വിളിക്കുന്നതാ. അങ്ങനെ മക്കോദോനിയ എന്ന് പറയുന്ന ദേശത്തേക്ക്, അതാണ് ഫിലിപ്പിയ പട്ടണം, അവിടേക്ക് സുവിശേഷം പറയാൻ ദർശനം ഏറ്റെടുത്ത് വന്നയാളാ. നമ്മൾ ഏത് ദർശനം പ്രാപിച്ചിട്ടാ വന്നത്? നമ്മൾ ഏത് ആലോചന കേട്ടാ വന്നത്? ആരാ നമ്മളെ ആക്കി വെച്ചത്? നമ്മൾ പ്രാർത്ഥിച്ചുടന കാരാഗ്രഹം കുലുങ്ങാന്ന് പറഞ്ഞ ജീവിതത്തിൽ വിശുദ്ധിയില്ല, വേർപാടുമില്ല, കൃത്യമായ ആരാധന പോലും കൂടത്തില്ല, നമ്മുടെ ജീവിതത്തിൽ 100 കുറവ് കിടക്കുകയും ചെയ്ത് പാസ്റ്റർ പറയാം, പ്രാർത്ഥിച്ചു കാരാഗ്രഹം ഇളകി, നമ്മൾ ഇളകും. ഈ മനുഷ്യൻ അവിടെ പോയി കിടക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യൻ യൂറോപ്പിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോവുക. സുവിശേഷത്തെ പടിഞ്ഞാട്ട് ദൈവം തിരിക്കുക. അങ്ങനെ തിരിച്ചിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ സുവിശേഷത്തിന് വേണ്ടി പൗലോസിനെ കൊണ്ടുപോവുക. അങ്ങനെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാൻ പോകുക. അതുകൊണ്ടാണ് പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിലെടുത്തത്. നിങ്ങൾ ഏത് രാജ്യത്തോട്ടാ പോകുന്നത് മിഷണറി ആയിട്ട്? തീറ്റി കഴിച്ച് വരയ്ക്കാത്ത കിടന്നേച്ച് പറയാ കാരാഗ്രഹം വിളകും. നമ്മള് പുള്ളിച്ച് ചാടിച്ച് വെറുതെ മനസ്സിലായിട്ട് ഇളക്കി
ഇളക്കി മറിച്ചെന്ത് ചെയ്യാ. പ്രൈസ് ദി ലോർഡ്. വചനം മുഴുവനും വായിരേ. എന്തുകൊണ്ടാണ് അതവിടെ സംഭവിച്ചത് ആദ്യം നമ്മൾ വായിരേ. സ്തോത്രം. കാരണം പൗലോസ് പുറത്ത് വന്നാലേ ഒക്കത്തുള്ളൂ. കാരണം യൂറോപ്പിലേക്ക് സുവിശേഷം പോകണം. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ അമേരിക്ക, ലണ്ടൻ, ഈ പറയുന്ന യൂറോപ്പ് വഴിയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷം പോകണമെന്നുണ്ട്. ആ മനുഷ്യൻ ഇതിനകത്തുനിന്ന് വെളിയിലിറങ്ങണം. അയാളെ വെളിയിലിറക്കിയാലേ ഇത് പോകത്തുള്ളൂ. സ്തോത്രം പറഞ്ഞ് അതിന് ദൈവം കൊണ്ടുവന്നതാ. ആമേൻ. അതിനു വേണ്ടിയാണ് ദൈവം പുറത്തിറക്കിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനാ 2 നിലയ്ക്ക് വേണ്ടിയായി ആരാധിക്കുന്നത്. ഒരു വിലയ്ക്ക് വല്ല ഒരാളെ റബ്ബർത്തോട്ടം മേടിക്കാൻ വേണ്ടി ആരാധിക്കും. ആരാഗ്രഹം കുലുക്കി ദൈവം വെളിയിലിറക്കും. ആമേൻ. വചനം ശരിക്കും വായിക്കും കേട്ടോ. ആരാധിച്ചില്ലെങ്കിലും വിടുതലുണ്ട്, ആരാധിച്ചാലും വിടുതലുണ്ട്. തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ജീവിത വിശുദ്ധി, ജീവിതം, അനുസരണം, വിശുദ്ധി, വാഗ്ദത്തം, ഇതൊക്കെയാ വിടുതല്. പത്രോസ് ജീവിത വിശുദ്ധി. പത്രോസ് ദൈവത്തെ അനുസരിച്ച്, ദൈവവചനം അനുസരിച്ചാണ് ഇതിനകത്ത് വന്ന് കയറിയേക്കുന്നത്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് വചനം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഒത്തിരി മുഖവരിയായി പറയുന്നില്ല. ഇന്നത്തെ നമ്മുടെ ചിന്തയിലോട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് തൊടാൻ പറ്റുകയില്ല. എല്ലാ ആഴ്ചയിലും അങ്ങനെ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്ത ആദ്യം അങ്ങ് വായിക്കാം. ലൂക്കോസ് 13-ാം അധ്യായത്തിന്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ വേഗം വായിച്ചോണം. സമയം കടന്നു പോവുക കേട്ടോ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. മതി. സ്തോത്രം. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഒരു ദിവസം യേശു ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ശബത്തില. അപ്പോൾ ആ പള്ളിയിൽ ഒരു സഹോദരി, കൂനിയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് 18 വർഷമായി. കൂന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഒട്ടും അവർക്ക് നിവരാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ 18 വർഷമായിട്ട് അവർ നേരെ നിന്നിട്ടില്ല. അവരുടെ തല ശരിക്കും പൊങ്ങിയിട്ടില്ല. 18 വർഷമായിട്ട് കൂനിയായിരിക്കുക. യേശു അവളെ കണ്ടു. അടുക്ക വിളിച്ചു. വളരെ ശ്രദ്ധിക്കണം. അനേക ആയിരങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് ഈ കൂനിയായ സ്ത്രീയെ യേശു കണ്ടു. യേശു, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം യേശുവിന്റെ കണ്ണ് ആ കൂനിയെ പ്രത്യേകം കണ്ടു. സ്തോത്രം. അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥം അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. 18 വർഷം കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വേദന, ആ സ്ത്രീയുടെ ദുഃഖം നമുക്കറിയില്ല. കാരണം നമുക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. സ്തോത്രം പറഞ്ഞ് 18 വർഷമായി നടുനിവിരാത്ത ഒരു സ്ത്രീയുടെ വേദന, അവളുടെ നൊമ്പരം, അവൾ അനുഭവിക്കുന്ന ദുഃഖം, അവൾ അനുഭവിച്ച പരിഹാസം, അവൾ അനുഭവിച്ച നിന്ന എത്ര വലുതാണ്. എന്നാൽ യേശുവിന്റെ കണ്ണ് അവളെ കണ്ടു. സ്തോത്രം പറഞ്ഞ് സമൂഹത്തിൽ ആരും അനുഭവിക്കാത്ത വേദന അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 18 വർഷമായിട്ട് ഒന്ന് നിവരാൻ കൊതിച്ചു കൊണ്ടിരിക്കുക. നിവരാൻ കഴിയാത്തതിന്റെ വേദനകളും വിഷമങ്ങളും കടിച്ചിറക്കി കഴിയുന്ന ആ സഹോദരിയെ യേശുവിന്റെ കണ്ണ് കണ്ടു. യേശുവിന്റെ കണ്ണ് അവളെ കണ്ടു. ഇന്ന് രാത്രി ദൈവവൈതലേ, വേദനിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കണ്ണ്. സ്തോത്രം. തകർന്നവരുടെ മേൽ കർത്താവിന്റെ കണ്ണ്. ദുഃഖിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കണ്ണ്. വർഷങ്ങളായി അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന ആ കണ്ണ് കണ്ടു. സ്തോത്രം. വർഷങ്ങളായി അവൾ അനുഭവിക്കുന്ന ദുഃഖം ആ കണ്ണ് കണ്ടു. സ്തോത്രം. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും യേശു അവളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കണ്ണ് അവളെ പ്രത്യേകം കണ്ടു. സ്തോത്രം. ഇനി വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വായിച്ച ഭാഗം കണ്ടോ? ഈ സഹോദരിയുടെ രോഗം എന്തുവാ? കൂന്. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. കൂനാണ് ഈ സഹോദരിയുടെ രോഗം.
എന്നാൽ അത് രോഗമല്ല. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്. ഒരാത്മാവ് ഉണ്ടാക്കുന്ന രോഗമാണ്, അല്ലാതെ ഈ സഹോദരിക്ക് ഒറിജിനലായിട്ട് രോഗമില്ല. നീണ്ട 18 വർഷമായി ഇവിടെ നടുവിനെ പിടിച്ചു വളച്ചു വെച്ച് ഇവളെ ഒരു പൂന് രോഗിയാക്കിയിരിക്കുന്നത് ഒരാത്മാവാണ്. ആ ആത്മാവ് ഒരു പൈശാചിക ശക്തിയാണ്. അതിന്റെ അർത്ഥം ഒടുവിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് ചോദിക്കുകയാണ്, സാത്താൻ ബന്ധിച്ച ഇവളുടെ കെട്ട് ഈ ശബത്തിൽ അഴിക്കണ്ടയോ എന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ അർത്ഥം ആ രോഗാത്മാവ് സാത്താന്റെ ആത്മാവാണ്. അതൊരു പൈശാചിക ആത്മാവാണ്. അത് ആ സ്ത്രീയുടെ ശരീരത്തിൽ കയറിയിട്ട് ആ സ്ത്രീയുടെ നടുവിനെ പിടിച്ചു വളച്ചു വെച്ച് അവളെ രോഗിയാക്കിയിരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് ആഴമായി പറയാൻ പോവുക. നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ നടു നിവിരത്തില്ല ഒരു കാരണവശാലും. അവൾ വായിച്ചു കേട്ടോ, ഒട്ടൊന്നും വിരികയില്ല. 18 വർഷമായിട്ട് ഒട്ടൊന്നും വിരികയില്ല. എന്താ അതിന്റെ അർത്ഥം? നിവൃത്തില്ല എന്നല്ല, ഒട്ടും നിവരികയല്ലെന്ന. സ്തോത്രം. മരുന്നൊക്കെ കഴിച്ചു കാണും ആ സ്ത്രീ, മരുന്നൊക്കെ കഴിച്ചു കാണും, ചെയ്യാവുന്നതൊക്കെ ചെയ്തു കാണും, നിവരികയല്ല. ഈ രോഗാത്മാവ് അവളെ കൂന് രോഗിയാക്കി മാറ്റി. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് പോകും, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ അർത്ഥം ഇതൊരാത്മാവാണ്. ആ ആത്മാവ് ഏതാന്നാ പറഞ്ഞത്? ഒടുവിലത്തെ വാക്യം വരെ ആത്മാവേദാന്ന് കിട്ടും. ആ പാരഗ്രാഫിന്റെ അവസാനത്തോട്ട് വന്നേ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി. സാത്താൻ കണ്ടോ, സാത്താൻ 18 വർഷമായി ഇവളെ ബന്ധിച്ച്. അപ്പോൾ ഇത് സാത്താന്റെ ആത്മാവാ. സ്തോത്രം പറഞ്ഞത്. അവിടെ ശരീരത്തിൽ ഈ സാത്താന്റെ ആത്മാവ് കേറിയിട്ട് 18 വർഷമായി അവളെ രോഗിയാക്കി വെച്ചിരിക്കുക. സ്തോത്രം. ആദ്യം ഇതൊന്ന് പറഞ്ഞിട്ട് മറ്റേ ഭാഗത്തോട്ട് പോകാം. അതിന്റെ ഒറ്റ വാക്കിൽ ഈ അർത്ഥം പറയുമ്പോ എല്ലാരും എന്നെ ഒന്ന് നോക്കിയാട്ടെ. ഒറ്റ വാക്കിൽ അർത്ഥം പറ. ഇങ്ങോട്ട് നോക്കിക്കേ, കൃഷ്ണ നോക്കിയില്ല, എല്ലാരും ഒന്ന് നോക്കിക്കേ. എന്താ അതിന്റെ അർത്ഥം ബ്രദറെ? അതിന്റെ അർത്ഥം മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുവാൻ പൈശാചിക ശക്തിക്ക് കഴിയും. 18 വർഷമായി പലവട്ടം ഈ സ്ത്രീ നിവിരാൻ നോക്കിയിട്ടും ഈ സാധനം അവളെ നിവിരാൻ അനുവദിക്കത്തില്ല. പറഞ്ഞേ, മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങള് ഈ ദുരാത്മാവ് കേറി, ഈ പൈശാചിക ആത്മാവ് കേറി അവിടെ നട്ടലിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ബലം കെടുത്തി അത് നെവരെ നിൽക്കത്തില്ല. ആ ഒരു കാരണവശാലും ആ നട്ടൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അത് അനുവദിക്കത്തില്ല. അതിന്റെ കൺട്രോൾ ഇരിക്കുന്ന ആരുടെ കയ്യിലാണ്? ഈ രോഗാത്മാവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ, മനുഷ്യന്റെ ഹൃദയം തുടങ്ങി അവന്റെ കൈകാലുകൾ തുടങ്ങി നട്ടെല്ല് വരെയുള്ള അവയവത്തെ കൺട്രോൾ ചെയ്യാൻ പിശാചിന് കഴിയും. സ്തോത്രം പറ. പിശാചിന് നിങ്ങൾ നോക്കിക്കേ, ഗദര ദേശത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നു. അവന്റെ ശരീരത്തെ ആരാ നിയന്ത്രിക്കുന്നത്? വാക്യം പറയാൻ വായിക്കേണ്ട. മർക്കോസ് 5-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട്. 4-ാം അധ്യായത്തില് ഗദര ദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ കിടക്കുക. അവൻ തന്നെത്താൻ കടിച്ചെന്ത് ചെയ്യാ? കൈയില്ല, തന്നെത്താൻ കടിച്ച് പറിക്കുക. അവൻ വസ്ത്രം ധരിക്കത്തില്ല. അതുവഴി പോകുന്നവരെ കല്ലെറിയുക, അതുവഴി പോകുന്നവരെയൊക്കെ ചീത്ത വിളിക്കുക. അതിന്റെ അർത്ഥം അവന്റെ ശരീരത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ഒരു ഭൂതമാണ്. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾ വളരെ സൂക്ഷിച്ചോണം. അവൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം അകത്ത് കയറി അവരുടെ ജീവിതത്തെ മുഴുവനും അത് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് പലരുടെയും ജീവിതത്തെ കണ്ടില്ലേ, ഇതങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഈ അക്കരെ കടക്കുന്ന മനുഷ്യരെ നിയന്ത്രിക്കുന്നത് മുഴുവനും പിശാച. അവന്റെ മനസ്സിന്റെ കൺട്രോൾ എല്ലാം പിശാചിന്റെ കയ്യിലാ. അവിടെ എഴുതിയിരിക്കുന്നവന് സുബോധമില്ലെന്നാണ്. സ്തോത്രം പറയും. 18 വർഷമായി ഈ സ്ത്രീയുടെ നട്ടെല്ലിന്റെ പ്രവർത്തനം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ രോഗാത്മാവിന്റെ കയ്യിലായിരിക്കുന്നത്. സ്തോത്രം. അതിങ്ങനെ പിടിച്ച് വളർത്തി വെച്ചേക്കുക. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. യേശു ഈ പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക.
18 വർഷമായി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഈ സ്ത്രീ അവിടെ 18 വർഷമായി വരാൻ തുടങ്ങി. 18 വർഷം വന്നിട്ടും ഈ പള്ളിയിൽ നിന്ന് ഒരു സൗഖ്യം അവക്ക് കിട്ടിയിട്ടില്ല. ഈ പള്ളിയിൽ നിന്ന് ഒരു സൗഖ്യം. ഞാൻ ചോദിക്കട്ടെ, 18 വർഷം പോയിട്ടും ഒരു വിടുതലും കിട്ടാത്തോടത്ത് ഇനിയും പോണോ? ഇനി അങ്ങ് നിർത്തിക്കൂടെ? ഇന്ന് ഇവള് വിടുതൽ പ്രാപിച്ചതിന്റെ കാര്യം എന്നാന്നറിയാമോ? യേശു ആ പള്ളി വന്നുണ്ടോ, അല്ലെങ്കിൽ ഈ 18-ാം വർഷവും പുള്ളിക്കാരത്തി സ്വന്തം ഈ 18-ാമത്തെ വർഷവും. അതുകൊണ്ട് യേശു ഇല്ലാത്തോടത്ത് വർഷങ്ങളോളം ആരാധിച്ചിട്ട് ഒരു ഗുണവും ഇല്ല കുഞ്ഞെ. അതങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഗത്തിൽ മടങ്ങി വരാം. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു. എന്താ അതിന്റെ അർത്ഥം? അടുക്ക വിളിച്ചു എന്താ അതിന്റെ അർത്ഥം? യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അടുക്ക വിളിച്ചു, പ്രസംഗമൊക്കെ നടത്തി യേശു അവളെ അടുക്കൽ വിളിച്ചു. സ്തോത്രം. ഇവിടെ രണ്ട് കാര്യം പഠിച്ചു. യേശു അവളെ അടുക്ക വിളിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു എന്ത് ചെയ്യുന്നു? വിടുതലിന് പ്രാധാന്യം കൊടുക്കുന്നു. തന്റെ പ്രസംഗം അവിടെ നിർത്തി. തനിക്ക് പ്രസംഗത്തെക്കാൾ വലുത് ഈ സ്ത്രീയുടെ വിടുതലാണ്. കർത്താവിനെ പ്രസംഗിച്ചില്ല, അവിടെ നിൽക്കുക. മീറ്റിംഗ് ഒക്കെ അവിടെ നിർത്തിയിട്ട് അവളെ വിളിച്ചു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ആരാധന വേണ്ടെന്നല്ല, ആരാധന ആവശ്യമാണ്, പ്രസംഗം ആവശ്യമാണ്, ശുശ്രൂഷകളൊക്കെ ആവശ്യമാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, വിടുതൽ അതിനേക്കാൾ ആവശ്യമാണ്. വിടുതല് പ്രസംഗമൊക്കെ പുള്ളി നടത്തി. അവിടെ വായിച്ച 10-ാമത്തെ വാക്യം ഒന്നുകൂടെ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. കണ്ടോ? പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് വിളിഞ്ഞേ, പ്രസംഗം നടത്തി വെച്ച് അവളെ വിളിച്ചു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ വിടുതലൊരു പ്രാധാന്യം കൊടുക്കും. കർത്താവിന് ഏറ്റവും വലുത് അതാ. തന്റെ പ്രസംഗം മോശമായിട്ടല്ല, പ്രസംഗം അവിടെ നിൽക്കുകയാണ്. അവളെ ഇനി വിളിച്ചു. സ്തോത്രം. 18 വർഷമായി നിവരാൻ കഴിയാത്ത സ്ത്രീയുടെ വിടുതലിനാണ് യേശു പ്രാധാന്യം കൊടുത്തത്. 18 വർഷമായി കൂനിയായിരിക്കുന്ന ആ സ്ത്രീയെ വിടുവിക്കാൻ യേശു ആഗ്രഹിക്കുക കേട്ടോ. അവളെ അടുക്കൽ വിളിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിടുതലിന് പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. അടുക്ക വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുക്ക വിളിച്ചു. അവൾ അടുക്ക വന്നു. എന്തിനാ യേശു വിളിച്ചത്? ഒറ്റ വാക്കിലർത്ഥം. എന്തിനാ യേശു വിളിച്ചത്? യേശു വിളിച്ചത് അവിടെ ആ വിഷയത്തിൽ യേശു ഇടപെടാൻ പോകുകയാ. സ്തോത്രം പറയാം. അവളെ വിളിച്ച് യേശു അരികിൽ നിർത്തിയത് എന്തിനാന്ന് ചോദിച്ചാൽ, മീറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് ആ സഹോദരിയെ യേശു വിളിച്ച് തന്റെ അടുക്കൽ നിർത്തിയത് ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയാണ്. ആ വിഷയത്തിൽ തനിക്ക് തൊടാൻ വേണ്ടിയാണ്. ആ വിഷയത്തിൽ തന്റെ കരം അവിടെ മേൽ വെക്കാൻ വേണ്ടിയാണ് യേശു വിളിച്ചത്. ഇന്ന് രാത്രി ദൈവവൈതലേ, യേശുവിന്റെ കരം നിന്റെ വിഷയത്തിൽ ഇടപെടാൻ യേശു പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാത്തിനേക്കാൾ കൂടുതലായി തന്റെ കരം നിന്റെ വിഷയത്തിൽ തൊടുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി ഇടപെടണം. ആ സ്ത്രീയെ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, അവളെ വിളിച്ചില്ലെങ്കിലും യേശുവിന് അവിടെ നിന്നുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയും. പക്ഷെ യേശു അവളെ വിളിച്ചത് ആ കരം അവിടെ മേൽ തൊട്ട്, അവിടെ മേൽ വ്യക്തമായി ഇടപെട്ട്, ആമേൻ, അവളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ഞാൻ ആഴമായി പറയട്ടെ, യേശു അവളെ വിളിച്ച് അടുക്കലോട്ട് വിളിച്ചത് എന്തിനാ? സൗഖ്യം കൊടുക്കാനല്ലേ? അതിനല്ല. സൗഖ്യം കൊടുക്കാൻ അടുക്ക വിളിച്ചില്ലേലും സൗഖ്യം കൊടുക്കാൻ പറ്റും. ദൂരെ നിന്നാലും യേശു പറഞ്ഞാൽ സൗഖ്യമാകും. പിന്നെ അടുക്ക വിളിച്ചത്? അടുക്ക വിളിച്ചത് ആ വേദനിക്കുന്ന സഹോദരിയെ ചേർത്ത് നിർത്താനാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ വേദനയിൽ അവളെ ഒന്ന് ചേർത്ത് നിർത്തി കർത്താവിന്റെ കരം അവളെ പ്രത്യേകം അവിടെ മേലൊന്ന് തൊട്ട് അവളെ പ്രത്യേകം ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, പ്രത്യേകം ഒന്ന് കരുതുവാൻ വേണ്ടി, അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്. യേശു ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാകും. എന്നാൽ യേശു അത് ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീയെ അടുക്കലോട്ട് വിളിച്ചിട്ട് തന്റെ അരികിൽ ചേർത്ത് നിർത്താൻ കർത്താവ് ആഗ്രഹിക്കും. ഇന്ന് രാത്രി ദൈവവൈതലേ,
വേദനിക്കുന്ന നിന്നെ, ഭാരപ്പെടുന്ന നിന്നെ, നൊമ്പരം അനുഭവിക്കുന്ന നിന്നെ, രോഗത്താൽ വേദനിക്കുന്ന നിന്നെ സൗഖ്യം തരാൻ മാത്രമല്ല യേശുവിന്റെ കരം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം പറഞ്ഞേ. അവളെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ കരം അവിടെ മേൽ വെച്ചു. സ്തോത്രം പറഞ്ഞാൽ കരം വെച്ചില്ല സൗഖ്യമാകുകയല്ലേ? സൗഖ്യമാകും. അടുക്ക വിളിച്ചില്ല സൗഖ്യമാകുകയല്ലേ? സൗഖ്യമാകും. പിന്നെന്തിനാ അടുക്ക വിളിച്ചത്? ചേർത്ത് നിർത്താൻ. സ്വത്രം അവളെ ഒന്ന് ചേർത്ത് നിർത്താൻ. പിന്നെ ആ കരം അവിടെ മേലൊന്ന് വെച്ച് ഒന്ന് പ്രത്യേകം ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞ് വർഷങ്ങളായി 18 വർഷമായി കൂനിയായി വേദനിക്കുന്ന സ്ത്രീയെ, കൂനിയായി നൊമ്പരം അനുഭവിക്കുന്ന സ്ത്രീയെ, കൂനിയായി ദുഃഖിക്കുന്ന സ്ത്രീയെ തന്നോട് കൂടെ ചേർത്ത് നിർത്തി തന്റെ ആശ്വാസത്തിന്റെ കരം, തന്റെ വിടുതലിന്റെ കരം, തന്റെ ശക്തിയുടെ കരം, തന്റെ കരുതലിന്റെ കരം അവിടെ മേൽ വെച്ച് അവളെ ചേർത്ത് പിടിക്കുവാൻ യേശു അടുക്കൽ വിളിച്ചു. ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് വരെയും അവളെ ആരും ചേർത്തങ്ങനെ നിർത്തിയിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി സൗഖ്യമാകും. അടുക്ക വിളിക്കേണ്ട കാര്യമില്ല, യേശു കൈവെക്കേണ്ട കാര്യമില്ല. പിന്നെ യേശു അടുക്ക വിളിച്ചതും കൈവച്ചതും എന്താന്ന് ചോദിച്ചാൽ അവളെ ചേർത്ത് പിടിക്കാൻ. അവളെ ചേർത്ത് പിടിച്ച് കരം ഒന്ന് പ്രത്യേകം അവിടെ മേൽ വെച്ച് അവളെ ആശ്വസിപ്പിച്ച് വിടിവിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ വാക്യം വീണ്ടും വായിക്കാം. അതിന് 10 തൊട്ട് വായിക്കേണ്ട, ഒരു 12 തൊട്ട് വായിച്ചാട്ടെ. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. നിന്റെ രോഗം അഴിഞ്ഞെന്നല്ല, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. രോഗബന്ധനം, ബന്ധനം എന്ന വാക്കിന്റെ അർത്ഥം കെട്ടെന്ന. ഹല്ലേലൂയ പറഞ്ഞ് അങ്ങ് കെട്ടുക. പ്രൈസ്. അതുകൊണ്ടാണ് ഒടുവിൽ നമ്മൾ വായിച്ചത് സാത്താൻ കെട്ടിയ ഇവിടെ കെട്ടഴിക്കണ്ടയോ എന്ന്. 18 വർഷമായിട്ട് അവിടെ നട്ടെല്ലിന്റെ നിയന്ത്രണം ഈ പുള്ളി കെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ് ഇപ്പോൾ പഴയത് അത് എന്താ? ഇവിടെ നട്ടെല്ല് നിയന്ത്രണം ഇവന്റെ കയ്യിലിരിക്കുകയാണ്. ഇത് കെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു കളഞ്ഞു. ദൈവമക്കളെ, മനുഷ്യന്റെ ആരോഗ്യവും ശക്തിയും ബലത്തോടെയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ നട്ടെല്ലിന്റെ പ്രവർത്തനത്തെ കയറുകൊണ്ട് കെട്ടുന്നത് പോലെ സാത്താൻ കെട്ടിക്കളഞ്ഞു. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല, ഇപ്പോൾ അതിന് ബലമില്ല, ഇപ്പോൾ അതിന് ശക്തിയില്ല. കാരണം ഈ കെട്ടഴിയാതെ അത് പഴയതുപോലെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ പറഞ്ഞ് ഈ കെട്ടഴിയാതെ അത് പഴയതുപോലെ എന്ത് ചെയ്യത്തില്ല, അത് മടങ്ങി വരികയില്ല. അതുകൊണ്ട് യേശു അവളെ അടുക്ക വിളിച്ചിട്ട് അവിടെ മേൽ കൈവച്ചു. എന്തിനാ കൈവച്ചത്? സ്വത്രം കൈവച്ചത് കർത്താവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിച്ചിട്ട് ഈ കെട്ടു പൊട്ടാൻ വേണ്ടിയാണ്. അവിടെ മേൽ കൈവച്ചപ്പോൾ അവിടെ സംഭവിച്ചെന്താന്നറിയാവോ? ആ ലൈൻ തന്നെ വായിച്ചാട്ടെ, 12ാമത്തെ വാക്ക്. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. വാക്യം ക്ഷണത്തിൽ. കണ്ടോ? ആമേൻ. സ്തോത്രം. കർത്താവിന്റെ കൈ അങ്ങോട്ട് വെച്ചപ്പോൾ ഈ 18 വർഷത്തെ കെട്ടു അങ്ങഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. 18 വർഷത്തെ കെട്ടഴിഞ്ഞിട്ട് രോഗാത്മാവ് അവളെ വിട്ടുമാറി. ക്ഷണത്തിൽ അവിടെ നടു നിവർന്നു. സ്തോത്രം. ക്ഷണത്തിൽ അവിടെ നടു. അതിന് അർത്ഥമുണ്ട് ദൈവമക്കളെ, അതാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ നടു 18 വർഷമായിട്ട് കൂനിയായിരുന്നു. ഇപ്പോൾ ആ കെട്ടഴിഞ്ഞു, നടു നിവർന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എൻ്റെ അർത്ഥം ഞാൻ വീണ്ടും പറയുന്നു. അതിന്റെ അർത്ഥം അതിന്റെ പ്രവർത്തനം മടങ്ങി വന്നു. 18 വർഷത്തിനു പുറകിൽ അത് എങ്ങനെയാ പ്രവർത്തിച്ചു?
മാത്രമല്ല നിന്റെ ശരീരത്തിന്റെ ശക്തിയും പൂർണ്ണ പ്രവർത്തനം മടങ്ങി. എഴുതിയിരിക്കുന്നത് ക്ഷണത്തിൽ തന്നെ നിവർന്നു. കാരണം ആ സെക്കൻഡിൽ തന്നെ അതിന്റെ ബലം മടങ്ങി വന്നു, അതിന്റെ ശക്തി മടങ്ങി വന്നു, അതിന്റെ പ്രവർത്തനം വന്നു. ആരാധനയിൽ വളരെ പ്രാധാന്യം. അതുകൊണ്ട് യേശു അവളെ അടുക്കൽ വിളിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന് ദൈവമക്കളുടെ വിടുതല് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ആമേൻ, ആമേൻ, ആമേൻ. കേട്ടോ, അടുക്ക വിളിച്ചു, നിർത്തി. എന്തിനാണ് അടുക്ക വിളിച്ചത്? ഞാൻ പറഞ്ഞത് എന്തിനാണ് അടുക്ക വിളിച്ചത്? യേശു വിളിച്ചില്ലെങ്കിൽ സൗഖ്യമാകുകയല്ലേ, പിന്നെന്തിനാ? മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവത്തെ നിയന്ത്രിക്കാൻ ഈ ശക്തിക്ക് കഴിയും. രോഗാത്മാവാണ്, അതൊരു ദുഷ്ടശക്തിയാണ്. മരുന്ന് കഴിച്ചാൽ രോഗം മാറും. കാര്യം വല്ലാത്തതുകൊണ്ടാണ്. ആ രോഗമല്ല, ഉണ്ടാക്കാൻ കഴിയുമോ? ബാക്കി എനിക്ക് വായിക്കാൻ സമയമില്ല, പറയാം. ചെകിടനുമായ ഒരു ഭൂതഗ്രസ്തൻ, അവൻ ഊമനല്ല, ചെകിടനുമല്ല, ഭൂതമാണ്. അങ്ങനെ ആക്കി കൊണ്ടുവന്നു. ചെകിടനുമായ ഒരു ഭൂതഗ്രസ്തൻ, യേശു അതഴിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടങ്ങി വരാം. ഇനി നമുക്ക് രണ്ടാം സെക്ഷനിലേക്ക് പോകാം. ഇനിയും ഈ 18 വർഷമായി വിടുതൽ കിട്ടാത്ത സഹോദരി ക്ഷണത്തിൽ നിവർന്നു വിടുതൽ കിട്ടി. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ എല്ലാരും സന്തോഷിക്കണ്ടേ? എല്ലാരും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. എല്ലാരും കർത്താവിനെ സ്തുതിക്കണം. ഇത് കണ്ടപ്പോൾ ചിലര്, ഈ സ്ത്രീ കർത്താവിന് മഹത്വം കൊടുത്തു. അവിടെ നിന്നവരൊക്കെ ചിലരൊക്കെ കർത്താവിനെ സ്തുതിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പള്ളി പ്രമാണി, ഈ പള്ളിയുടെ പ്രമാണി നീരസപ്പെട്ടു. മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നീരസം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം തോന്നിയെന്നാണ്. 18 വർഷമായ ഈ സ്ത്രീ വിടുതൽ പ്രാപിച്ചപ്പോൾ സന്തോഷിക്കേണ്ട പള്ളിക്കാർക്ക് വൈരാഗ്യം തോന്നി. ഇന്നും ഇത്രയും പള്ളിയുണ്ട്, കൂലി പിടിച്ച് അവിടെ ഇരുന്ന് ചാകുന്നത് അവർക്ക് ഇഷ്ടമാണ്. വിടുതൽ പ്രാപിക്കും അവരുടെ വേദം മാറും. വിടുതൽ പ്രാപിക്കും. ഒരിക്കലും കള്ളു കുടിച്ചു 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 കുടുംബം നശിച്ചാലും കുർബാനയും കൊടുക്കും, എല്ലാം കൊടുക്കും, ഒരു കുഴപ്പമില്ല. അതിനകത്തിരിക്കുക. അത് ഇവൻ വിട്ടുപോയാലോ അവരുടെ വേദവും. ഇപ്പൊ ഈ സ്ത്രീ 18 വർഷമായിട്ട് കൂലി പഠിച്ച് അതിനകത്ത് ഇരുന്നിട്ട് പള്ളിക്കാർക്ക് ഒരു നോക്കേടുമില്ല. അത് വായിച്ചാട്ടാ, വാക്യം വായിച്ചേ. പള്ളി പ്രമാണി യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്. കേട്ടോ, നീരസപ്പെട്ടു. അതിന്റെ ശരിയായ പദം ഞാൻ നോക്കിയപ്പോ കണ്ടു, വൈരാഗ്യം തോന്നി. എന്തും ഒരു 18 വർഷമായി ഒരു സ്ത്രീ വിടുതൽ പ്രാപിച്ചപ്പോ സന്തോഷിക്കണ്ടേ? വൈരാഗ്യം തോന്നി. വൈരാഗ്യം ഓർഡറേ. വൈരാഗ്യം തോന്നിയിട്ട് പുള്ളി ഉടനെ പറയുക, ഇത് എന്തോ ഒരു ശുശ്രൂഷയാ, ആഴ്ചയിൽ 7 ദിവസമുണ്ട്,
ഈ 7-ാം ദിവസം ഞങ്ങളുടെ പള്ളിക്കകത്ത് ഒന്നും ചെയ്തേക്കരുത്. 6 ദിവസം വന്ന് സൗഖ്യമാക്കിക്കോ, 7-ാം ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ പള്ളിക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. അങ്ങനെ അവര് നിയമത്തിനാണ് വില കൊടുക്കുന്നത്, മനുഷ്യനല്ല. മനുഷ്യന്റെ വിടുതലിനെ സ്തോത്രം പറഞ്ഞു. മനുഷ്യ അതിനകത്ത് കിടന്ന് ചത്താൽ അവർക്ക് പ്രശ്നമില്ലെന്ന് സ്തോത്രം പറഞ്ഞു. ഇവള് 18 വർഷമല്ല, 20 വർഷമല്ല, 25 വർഷം കൂനിയായി ചത്താലും ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഞങ്ങളുടെ പള്ളിയുടെ നിയമം തെറ്റരുത്, ഞങ്ങൾക്ക് അതാണ് വലുത്. സ്തോത്രം പറഞ്ഞു. ഞങ്ങളുടെ പള്ളിയുടെ ആചാരങ്ങളും ഞങ്ങളുടെ പള്ളിയിലെ പാരമ്പര്യങ്ങളും ഞങ്ങളുടെ പള്ളിയിലേതായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഇവിടെ വെള്ളിയാഴ്ച, ഇവിടെ 7-ാം ദിവസം ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഉടനെ അതിന്റെ മറുപടി കർത്താവ് പറഞ്ഞു, ഒന്ന് കേട്ടാട്ടെ. വായിച്ചേ. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വീഴേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവരോട് കർത്താവ്, കാപട്യ ഭക്തിക്കാരെ, നിങ്ങൾ നിങ്ങളുടെ കന്നുകാലിക്ക് തീറ്റി കൊടുക്കും, വെള്ളം കൊടുക്കും, കന്നുകാലി അഴിച്ചു കെട്ടും, കിണറ്റിപ്പോയി വിടിവിക്കും, അതിനൊന്നും നിങ്ങൾക്ക് നിയമമില്ല. ഈ പാവപ്പെട്ടവള് എന്ത് ചെയ്തു? ഇവൾ ഇന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെ നിയമവധി ചോദിച്ചു? സ്തോത്രം പറയും. ഇവള് വിടുതൽ പ്രാപിച്ചപ്പോ നിങ്ങൾക്ക് ഭയങ്കര നിയമം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പള്ളിയുടെ നിയമം തെറ്റി. നിങ്ങളുടെ പള്ളിയുടെ നിയമം, നിങ്ങളുടെ കാളയ്ക്ക് സമയം കൊടുക്കുമ്പോൾ പള്ളിക്ക് നിയമമില്ല. കാളയ്ക്ക് വെള്ളം കൊടുക്കാൻ നേരത്ത് പള്ളിക്കാർക്ക് നിയമമില്ല. കാളയ്ക്ക് പുല്ല് കൊടുക്കാൻ പള്ളിക്ക് നിയമമില്ല. അഴിച്ചുകെട്ട്, കാരണം അത് കാശ് കിട്ടുന്ന പള്ളി. ചത്തുപോയ പോയില്ലേ? ഇത് എങ്ങാണ്ട് കിടക്കുന്ന ഭാഗം പിടിച്ചൊരു പെണ്ണു, ഇവള് ചത്ത ഇവർക്ക് എന്നാ പോകാന? അല്ലേ? ഇവർക്കെന്ത് കിട്ടാനാ? ആമേ, സ്വത്രം. അപ്പൊ അവനവന്റെ സ്വന്തം കാര്യത്തോട് അടുക്കുമ്പം പള്ളിയില്ല, നിയമവുമില്ല, ഒന്നുമില്ല. വല്ലോരുടെയും കാര്യം വരുമ്പോൾ പള്ളിയുടെ നിയമം. പള്ളി പ്രമാണിയോട് ചോദിച്ചു, നിന്റെ വീട്ടിലെ കാളയ്ക്ക് നീ ഇപ്പൊ ചെന്ന് വെള്ളം കൊടുക്കത്തില്ലേ? ആ കാള കുഴിയിൽ പോയ നീ എന്നെ എടുക്കത്തില്ലേ? നീ കിണറ്റിൽ പോയ എടുക്കത്തില്ലേ? നിന്റെ നിയമം അതാണോ? ശബത്ത് ദിവസം നിന്റെ കാള അഴിച്ചു കെട്ടാൻ പാടില്ല, ഒരു ജോലിയും ചെയ്യരുതെന്നല്ലേ നിയമം. എന്നിട്ട് നീ എന്തിനാ കാള അഴിച്ചു കെട്ടുന്നത് ചോദിച്ചു. നീ എന്തിനാ കാളയ്ക്ക് പുല്ല് കൊടുക്കുന്നത് ചോദിച്ചു. സ്വത്രം പറഞ്ഞ് കാപട്യ ഭക്തിക്കാരെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്നും ചില നിയമത്തെ കടുപ്പപ്പെട്ട് പിടിക്കിയ കുടുംബം ചത്തും, നമ്മുടെ ഭാഷയെ പറഞ്ഞ നശിച്ചാലും ഞങ്ങൾ നിയമം വിടത്തില്ല. ഞങ്ങള് നിയമം 18 വർഷമായി ഈ സ്ത്രീ ജീവിതത്തിൽ ഒട്ടും നിവരാൻ മേലാത്തവൾ ഇന്ന് നിവർന്നപ്പോ സന്തോഷിക്കാനുള്ളതിന് അവർക്ക് അവള് നിവർന്നതല്ല വിഷയം, അവള് സൗഖ്യം പ്രാപിച്ചതല്ല വിഷയം. ഞങ്ങളുടെ പള്ളിയുടെ ചട്ടക്കൂട് പൊളിച്ചു. അതിന് താൽക്കാലികമായ ഒരു പിണക്കല്ല, നീരസം, വൈരാഗ്യമാ കയറിയത്. യേശു അവരോട് പറയാണ്, ഇന്ന് ശബത്തല്ലേ? അതെ, ശബത്ത് എന്താ? ആരാധന ദിവസം. ആരാധന ദിവസം സാത്താന്റെ കെട്ടഴിയണ്ടേന്ന് ചോദിച്ചു. അല്ലാത്ത ആരാധന. കർത്താവ് ചോദിക്കുകയാണ്, 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഇവിടെ ബന്ധനം ഇന്ന് അഴിയണ്ട. കാരണം ഇന്ന് നമ്മുടെ ശബത്തല്ലേ, ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ദിവസമല്ലേ. ആരാധനയ്ക്ക് വിടുതലല്ലേ ആവശ്യം? സ്തോത്രം. ആരാധനയ്ക്ക് വിടുതൽ വേണ്ടേ? ആരാധിക്കുന്നിടത്ത് വിടുതൽ നടക്കണ്ടേ? നിങ്ങൾ എന്തായി പറയുന്നത്? ആരാധിക്കുമ്പോൾ സാത്താന്റെ കെട്ട് പൊട്ടണ്ടേ എന്നാ ചോദിച്ചത്. മറുപടിയില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, എല്ലാ ലംഘനങ്ങളും പൊട്ടിച്ച് യേശു അവളെ സൗഖ്യമാക്കി. പള്ളിയുടെ നിയമങ്ങളെല്ലാം പൊട്ടിച്ച്, പള്ളിയുടെ പ്രമാണങ്ങളെല്ലാം പൊട്ടിച്ച് യേശു അവളെ സൗഖ്യമാക്കി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ചില നിയമങ്ങളും ലംഘനങ്ങളും ഒക്കെ പൊട്ടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. നമുക്ക് നിയമങ്ങളൊക്കെ പൊട്ടിക്കണം. ചിലർക്ക് ഒരു നിയമമുണ്ട്, നീ പാസ്റ്റർ എത്ര കാലം ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, വാ തുറന്ന് ഞാൻ കൈവടിക്കത്തില്ല. നീ പാസ്റ്റർ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ഈ നിയമത്തിന് ഇന്നങ്ങനെ ആരെല്ലാം കൈ വെക്കുന്ന കണ്ടാൽ ഞാൻ ഉള്ള കാര്യം
ആ കൈ പിടിക്കാതിരിക്കും. ആരാണേലും എല്ലാ നിയമങ്ങളും പൊട്ടിയെങ്കിലേ ആത്മീക വിടുതൽ വെളിപ്പെടുക. ആമേ. യേശു ആ പള്ളിക്കകത്തെ എല്ലാ നിയമങ്ങളും പൊട്ടിച്ച് ആ സഹോദരിയെ കർത്താവ് എന്ത് ചെയ്തു? പുറത്തെടുത്തു. സ്തോത്രം. ആമേ. യേശു ചോദിക്കുകയാണ്, ഇവൾ ശബത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തോത്രം. ആമേ. അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചേ കേട്ടോണം. അവസാനത്തെ ആ പാരഗ്രാഫിന്റെ ആ കണ്ണികയുടെ അവസാനത്തെ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല നാണിച്ച് എന്താ കാര്യം? അവരുടെ വീട്ടിൽ മാത്രം നിയമമില്ല, അവർക്ക് മറ്റുള്ളവരുടെ അടുക്ക വരുമ്പോൾ നിയമം. ജോലി ചെയ്യാൻ പാടില്ല. സൗഖ്യവാക്കിയത് അവര് ജോലിയായിട്ടാ കണ്ടത്. അപ്പൊ കർത്താവ് ചോദിച്ചു, ഇത് ജോലിയാണ്, നിന്റെ കന്നുകാലി അഴിച്ചു കെട്ടുന്ന ജോലിയല്ലേ, നിന്റെ കന്നുകാലിക്ക് വെള്ളം കൊടുക്കുന്ന ജോലിയല്ലേ? അപ്പത്തെ നാണം കിട്ടി, തല ചായച്ചു. ആമേ. അപ്പൊ 2ാമത്തെ കൂട്ടർ നിങ്ങൾ നോക്കിയേ, അവിടെ തന്നെ വായിച്ചേ. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഒരു പുരുഷാരം സന്തോഷിച്ചു കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോൾ ഒരു പുരുഷാരം എന്ത് ചെയ്തു? എതിർത്തു. വിരോധികൾ എവിടെയുണ്ടല്ലോ വിരോധികളെ. സ്തോത്രം പറഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല, ഇവർ സമ്മതിക്കത്തില്ല, ഇവർക്ക് വിടുതൽ വേണ്ട. സ്തോത്രം. ഇവർക്ക് വിടുതൽ വേണ്ട. ജോസഫിനെ പിടിച്ച് കുഴിയിലിട്ട പോലെ കിടന്നോട്ടെ, അവിടെ കിടന്ന് ചത്തോട്ടെ, ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല, പെന്തക്കോസുകാർക്ക് എന്നാ പ്രശ്നം? നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ഞങ്ങളുടെ പള്ളിക്കാരാണ്, ഞങ്ങൾക്ക് ഇഷ്ടം, ആ കുഴിക്കകത്ത് കിടന്നവൻ ചത്തോട്ടെ, ഞങ്ങൾ എടുത്തോട്ട് പോയി ശവടക്കോട്ടെ, അവനെ പൊഴിക്കുന്നത് കയറ്റാൻ ആരും. നിങ്ങൾക്ക് എന്താ നോക്കണതായി ചോദിക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്താ അസുഖം? ഇവരുടെ കിടന്ന് ചത്തോട്ടെ. വിരോധികൾ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് എന്താ കാര്യം? ആമേ. ഞങ്ങളുടെ പള്ളിയിലെ ശബത്ത് മാറ്റി വെച്ചിട്ട് ഈ പള്ളിക്കകത്ത് വേറെ ഒരു ആരാധന വേണ്ട, ശബത്ത് മാറ്റി വെച്ചിട്ട് ഈ പള്ളിക്കകത്തൊരു രോഗശാന്തി വേണ്ട, ശബത്ത് മാറ്റി വെച്ചിട്ട് ഈ പള്ളിക്കകത്തൊരു വിടുതലും വേണ്ട. ചിലരങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ നിയമങ്ങളും പാരമ്പര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഒരാരാധനയും ഞങ്ങളുടെ പള്ളിയിലും വേണ്ട, ഞങ്ങളുടെ കൂട്ടായ്മയിലും വേണ്ട. സ്തോത്രം പറഞ്ഞ് ഇവിടെ ഒരു അന്യഭാഷയും വേണ്ട, ഇവിടെ ഒരു പരിശുദ്ധാത്മാവും വേണ്ട, ഇവിടെ ഒരു വിടുതലും വേണ്ട. ഇവിടെ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ യേശു അത് പൊട്ടിച്ചു, ആ സ്ത്രീയെ കെട്ടഴിച്ച് വെളിയിലെടുത്തു. ഇനി ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയട്ടെ. ചില നിയമങ്ങൾ പൊട്ടിയെങ്കിലേ ആത്മാക്കൾ വിടുതൽ പ്രാപിക്കും. ആ പള്ളിയിലെ നിയമം പൊട്ടിച്ചത് കൊണ്ടാണ് 18 വർഷമായ സ്ത്രീ വിടുതൽ പ്രാപിച്ചത്. ഇല്ലെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും വിടുതൽ പ്രാപിക്കാതെ അവൾ അങ്ങനെ നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടേതായിരിക്കുന്ന സഹോദരങ്ങൾ പലരും ഇന്നും സമുദായത്തിന്റെ നിയമങ്ങൾ കൂട്ടിലായിപ്പോയി. ആ നിയമം പൊട്ടിക്കാതെ നമുക്ക് അവരെ പുറത്തെടുക്കാൻ പറ്റുകയില്ല. സ്തോത്രം പറ. നിയമങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ഈ നാളുകളിൽ അനേകരെ നമുക്ക് വെളിയിലെടുക്കേണ്ടിയിരിക്കുന്നു. 18 വർഷമായ ഈ സ്ത്രീയെ ആ നിയമം പൊട്ടിച്ച് യേശു സൗഖ്യമാക്കി അവളെ പുറത്തെടുത്തു. പറയാണ്ട് ഇവിടെ കെട്ടഴിച്ച് ഇവളെ വെളിയിലെടുക്കേണ്ടതല്ലയോ? ഇവൾ അബ്രാഹാമിന്റെ മകളല്ലേ, ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കേണ്ടതല്ലയോ? അതുകൊണ്ട് ഞാനും അതാ പറയുന്നത്, അവരും ദൈവമക്കളല്ലേ, അവരും ഇങ്ങനെ കെട്ടുപാടി കിടക്കേണ്ടതാണോ? ആ കെട്ടു പൊട്ടിച്ചിട്ട് വേണം ആത്മീക വിടുതൽ അവരറിയുവാൻ. സ്വത്രം ഹല്ലേലൂയ പറഞ്ഞേ. ഈ സമുദായത്തിന്റെ ചട്ടക്കൂട് പൊട്ടിച്ചത് കൊണ്ട് ആ സ്ത്രീക്ക് വെളിയിൽ വരാൻ കഴിഞ്ഞു, അവൾ വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞു. ദിവസങ്ങളിൽ അനേക നിയമങ്ങൾ പൊട്ടി നമ്മുടെ സഹോദരങ്ങൾ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയെല്ലാം മതത്തിന്റെ നേതാക്കന്മാർ കണ്ടില്ലേ, പള്ളി പ്രമാണിമാർ, അവരെയെല്ലാം അവരുടെ കെട്ടുപാടിലിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കെട്ടുപാടിന് പുറത്തൊരു വിടുതല് ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അവര് പറയുന്നത്. ഇങ്ങനെ ഒരു വിടുതൽ ഈ പള്ളിയിൽ വേണ്ട.
പള്ളിപ്രമാണി നീരസപ്പെട്ടിട്ട് പറഞ്ഞു, ഇന്നത്തെ വിടുതൽ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, 6 ദിവസം വേറെയുണ്ട്, അതിലേതൊരു ദിവസം പൊക്കൂ. ഈ പള്ളിയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം വിടുതൽ വേണ്ട, പൊട്ടട്ടെ. അനേക സമുദായങ്ങളുടെ ചട്ടക്കൂട് പൊട്ടിയാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ പലരും പുറത്തു വരും. നമുക്കിനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമയം കഴിഞ്ഞു പോയി, ആരാധനയ്ക്കുള്ള സമയമാണ്. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കാം, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേൽക്കാം. യേശുവേ നന്ദി. ഓറി ബാബാ ബാബാ ബാ, കാൽവരത്താൽ ജയമെടുക്കുന്നു. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം, കൈയടിക്കണം, പാട്ട് പാടണം, ആത്മനിറവിൽ ആരാധിക്കണം. അന്യഭാഷയുള്ളവർ അത് പറയണം. ആമേ പാസ്റ്റർ ആമേ പാട്ട് നിർത്തിയാലും നിങ്ങൾ പാട്ട് നിർത്തരുത്, കയ്യടി നിങ്ങൾ നിർത്തരുത്. ചിലർ പാട്ട് നിർത്തിയാൽ പിന്നെ കൈ പിടിക്കത്തില്ല, പിന്നെ അവർ സ്തോത്രം പറയില്ല, പിന്നെ അവർ ഹല്ലേലൂയായി പറയില്ല. അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴാണോ നമ്മുടെ ആരാധനയെ അവസാനിപ്പിക്കുന്നത് അതുവരെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഓക്കെ, ഇങ്ങോട്ടൊന്ന് കയറിയിരുന്നേ സീന, മോളിങ്ങോട്ട് കയറിയിരുന്നേ. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, കയറി നിൽക്കാൻ പറഞ്ഞ പേര് നിന്നോണം. ഷീബാടെ സ്വഭാവം എടുക്കരുത്. യേശു. എല്ലാരും കണ്ണുകളടച്ചേ, എല്ലാരും കണ്ണടച്ചല്ലോ. ഇനി ആരും കണ്ണ് തുറക്കരുത് കേട്ടോ. കുട്ടികൾ ഓടിയാൽ ഞാൻ അടി തരും കേട്ടോ, പറഞ്ഞേക്കാം. നിന്നോടാ പറഞ്ഞത്. എല്ലാരും കണ്ണടച്ചല്ലോ. എല്ലാരും ഒന്ന് വിളിച്ച സ്വോത്രം പറഞ്ഞേ, എല്ലാരും സ്വോത്രം പറഞ്ഞേ.